നമ്മളെ മരിച്ചുപോയ ശ്രീനിവാസൻ നമ്മളെ പ്രിയപ്പെട്ട തിരക്കഥാകൃത്താണ്, എൻ്റെ നാട്ടിൻ്റെ അടുത്ത സ്വദേശി കൂടിയാണ്, പുത്തൂറം. അപ്പോൾ അദ്ദേഹം ചെയ്ത സന്ദേശം അതിന്നും കാലിക പ്രസക്തമാണ്. അതിലെ പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഇന്നും കാണുന്നുണ്ട്. അപ്പം ഞാൻ ചോദിക്കുന്നത്, അങ്ങ് ഒരു തിരക്കഥാകൃത്ത് കൂടിയാണല്ലോ, അപ്പോൾ ഞാൻ തിരക്കഥയെ പ്രണയിക്കുന്ന ഒരാളായതുകൊണ്ടുകൂടിയാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. സിനിമ കാലത്തെ മാറ്റുകയാണോ അതോ കാലം സിനിമയെ മാറ്റുകയാണോ എന്നാണ് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്? ഇപ്പൊ തൽക്കാലം കാലം സിനിമയെ മാറ്റുകയാണ്. അത് കുറച്ചുകൂടെ, അതായത് വൺ സെക്കൻഡ്, അത് മുരളി എനിക്ക് തോന്നുന്നു അദ്ദേഹം നമ്മുടെ ഗസ്റ്റുകൾ വിശ്വസിക്കുന്നു അതിൽ കുറച്ചുകൂടി ഒരു എക്സ്പ്ലനേഷൻ കിട്ടുമോ എന്ന് ആരെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടോ? കാലം എങ്ങനെയാണ് ഇന്നത്തെ ഈ കണ്ടംപററി സിനിമയെ മാറ്റിക്കൊണ്ടിരിക്കുന്നത്? നമ്മുടെ ഒരു ജനാധിപത്യ രാഷ്ട്രമാണെന്നാണ് സങ്കല്പം. പക്ഷേ നമ്മുടെ ജനാധിപത്യം തുടങ്ങുന്ന വർഷം 1947 തൊട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്ന, അതിനുശേഷം വരുന്ന നമ്മൾ ഈ റിപ്പബ്ലിക് ഡേ എന്ന് പറഞ്ഞ് സെലിബ്രേറ്റ് ചെയ്യുന്നതിൻ്റെ തുടക്കം മുതൽ സിനിമയെ എക്കാലത്തെയും ഭരണകൂടങ്ങൾ സെൻസർഷിപ്പ് വെച്ച് അതിനെ എന്താ പറയേണ്ടത്, അതിൻ്റെ ശക്തി കുറയ്ക്കാനായിട്ട് അവർ ശ്രമിച്ചിട്ടുണ്ട്. അത് ഒരു അടുത്ത കാലത്തുള്ള ഒരു പ്രക്രിയ മാത്രമല്ല, വളരെ കാലം മുമ്പ് മുതലേ അതുണ്ട്. ഇപ്പോൾ 1950s-ലും 1960s-ലുമുള്ള CBFCയുടെ അവരൊരു കാറ്റലോഗ് പോലും കീപ്പ് ചെയ്തിട്ടില്ല. ഏതൊക്കെ സിനിമയെ എന്തൊക്കെ കട്ട്സ് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളതിനെക്കുറിച്ചൊരു കാറ്റലോഗ് പോലും കീപ്പ് ചെയ്തിട്ടില്ല. മാറി വരുന്ന ഭരണകൂടങ്ങൾ അവർക്ക് സമ്മതമുള്ള സിനിമകൾ മാത്രം ജനങ്ങൾ കണ്ടാൽ മതി, അവർക്ക് ടാക്സ് എക്സംപ്ഷൻ കൊടുക്കുക, അവർക്ക് സകലവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുക എന്നുള്ള രീതിയാണ് ഇന്ത്യ ഫോളോ ചെയ്ത് വരുന്നത്. അപ്പോൾ ആ ഒരു സിസ്റ്റത്തിൻ്റെ കണ്ടിന്യൂവേഷൻ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഒരു മെജോറിറ്റേറിയൻ ഒരു സർക്കാർ ഭരിക്കുന്ന ഒരു സമയത്താണ്. അപ്പോൾ നാച്ചുറലി സെൻസർ ബോർഡിനെ ഉപയോഗിച്ച് തടയാൻ പറ്റുന്നതിനെ മാക്സിമം തടയണം എന്നുള്ള ശാഠ്യം മറ്റു പല സർക്കാരിനേക്കാളും കുറച്ചുകൂടെ കൂടുതൽ ഇപ്പോഴുണ്ടെന്നുള്ളത് മാത്രമേ ഉള്ളൂ. സെൻസർഷിപ്പ് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. സെൻസർഷിപ്പ് ഇന്ത്യയുടെ തുടക്കം മുതൽ തന്നെ ഉണ്ട്. സെഡിഷൻ എന്ന് പറയുന്ന ലോ ഉള്ളതുപോലെ തന്നെ സെൻസർഷിപ്പും ഇന്ത്യയിൽ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള എല്ലാ കാലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്.